എടുക്കട്ടെ ഇത് നോക്ക് എടുക്കട്ടെ കണ്ടിക്കണോ സാറേ? വേണ്ട, പെണ്ണുപിള്ള കണ്ടിച്ചോളൂ. ആ പെണ്ണുപിള്ള കണ്ടിക്കാൻ പിടിക്കാണെങ്കിൽ മറിയ കണ്ടിക്കണില്ലേ? ഒഞ്ഞോട്ടെ സാറേ. അതിലുണ്ട് ചൂലുണ്ട്. കൂടിപ്പോയാ അതിലുണ്ട് ചൂലുണ്ട്. വാ വാ. ആ സാറേ ഫോട്ടോ വാട്സാപ്പ് ചെയ്തിട്ടുണ്ട്. ആ നോക്കിയിട്ട് പറയേ ഏത് മീൻ വേണോന്ന്. ഗൂഗിൾ പേ ചെയ്താ മതി. ആ വാ സാറേ. സാറിന് എന്നതാ വേണ്ടത്? എന്നതാ വേണ്ടതെന്ന് ചോദിച്ചാ തരുവോ? ഉള്ളതാണെങ്കിൽ തരും. ഉള്ളതാണെങ്കിൽ തരണം. സാറ് ഇന്ന് കുഴയാതെ മീൻ എടുക്കണ എടുത്തിട്ട് പോ. എനിക്ക് പറ്റിയ മീനൊന്നും നിന്റെ തട്ടലില്ല വെച്ച. ദേ സാറേ, ഒരുമാതിരി കഴപ്പണം കെട്ട വർത്താനം പറയില്ല കേട്ടാ. ഈ തട്ടയിലില്ലാത്ത ഒരു മീനേ ഉള്ളു, തിമ്മിങ്കലം. നിനക്ക് മീനറിയാൻ പാടില്ലാത്തതിന് ഞാൻ എന്നാ ചെയ്യാനടി? ഈ കടലിൽ കിടക്കുന്ന മീനുകൾ എത്രയാന്ന് നിനക്കറിയോ? ഈ കടപ്പുറത്ത് കിടക്കണ എന്നേക്കാൾ നിശ്ചയം കാറിനകത്ത് കിടക്കണ സാറിനുണ്ടാ. ഉണ്ടെങ്കിൽ എന്നാ സാറേ, ഞാൻ പറയണ അത്രയും മീനുകളുടെ പേര് പറയാവാ. നീ പറയുന്നതിന്റെ ഇരട്ടി പേര് പറഞ്ഞാലോ? മറിയേട്ടിയായി, സിസിലേച്ചിയായി, ഈ സാറ് മീനുകളുടെ പേര് പറഞ്ഞ് കളിക്കാൻ വെല്ലുവിളിക്കണ്. അത് നമ്മളെ കളിച്ചാ എന്ത് തരുമെന്ന് ചോദിക്കണില്ലേ? അല്ല എന്ത് തരും? 2000 രൂപ. ഞാനാ ജയിക്കുന്നെങ്കിൽ ഈ നെയ്മീൻ എനിക്ക് ഫ്രീ. സമ്മതം. തുടങ്ങാം. ആ. അയല, മത്തി, ആവോലി, നെത്തോലി, കണ്ണാർ, കല്ലുകടിയൻ, കാല, കിളിമീൻ, പറവ, ശീലാവ്, വാള, വരാൽ, കോലൻ, കൂരി, കാരി, കണവ, ചെമ്മീൻ, നത്തല്, കൊഴുവ, സേറ്റുവ, കൊടുവ, മീല, തിരുതക്കൊടിയൻ, ഓലക്കൊടിയൻ, ചിണ്ട, ഈല, ഊലി, പിലാഞ്ചൻ, ഗാല, കെറ്റ്ല, തോപ്പ്, പൂമീൻ, കുറിച്ചി, പള്ള, കോഴിമീൻ, നവര, റാണി, ഉണ്ണിമേരി, കണ്ടം, പീയട, ഞണ്ട്, തൊണ്ടി, അവനൂസ്, വരഞ്ചില്, കാടുവ, ഇരി, ചിങ്ങവാല്, കാറ്, ഡിസ്കോ, ഒബാമ, വിടയൻ, മുറിഞ്ഞമീൻ, പുളുവ, മനക്കം, കറുപ്പൻ, കണ്ണമ്പു, ചെമ്മയു, മണ്ട, കിളിര്, മാന്തള്, വള്ളിപ്പുമീൻ, പൊടിമീൻ, മുള്ളൻ, തിരണ്ടി, കാളാഞ്ചി, ചിപ്പി, കണ്ണാടി, വട്ടം, മാത്തം, പോത്തൻ, ദിലീഷ് പോത്തൻ. ലില്ലിയുടെ പെടപ്പ് മാറിയല്ല മറിയേ? മാറി. എന്താ സർ? ആരുടെ ഗിരീഷ് ആറ്റിങ്ങള്? ഇതോ ഇരിക്കുന്നു. അതാണ് സർ. ഇതെനിക്ക് പറ്റിയ പണിയല്ല. അവനാണോ? അതെ സർ. ഇത് പൊളി സാർ. ഓ, ഞാൻ SI ജയദേവൻ, പുരുഷോത്തമൻ സാറ് പറഞ്ഞിട്ട് വന്നതാണ്. അത് താനാണോ? ആ, കോസ്റ്റ്യൂം പറഞ്ഞിട്ടുണ്ട് സാർ. കൊടുക്ക് സാർ. ആ കോസ്റ്റ്യൂം വണ്ടിയുടെ സൈഡിൽ ചെന്നാൽ മതി. കോസ്റ്റ്യൂം അവിടെ റെഡിയാണ്. അവിടെ ആ വണ്ടിയുടെ അവിടെ. സാർ, ഒരു സംശയം ചോദിച്ചോളൂ. ഞാൻ എൻ്റെ ക്യാരക്ടറിന് വെക്കാൻ പറ്റിയ ഒരു വിഗ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് എവിടെയെങ്കിലും നമുക്ക്? സാർ അതൊന്നും വേണ്ട. സാർ അങ്ങോട്ട് ചെന്നാൽ കോസ്റ്റ്യൂം അവിടെ കണ്ടാൽ മതി. സുരേഷ്, ഇവനെയൊക്കെ കഴപ്പൊന്നല്ലാതെ എന്ത് പറയേ. ഇങ്ങനെ അങ്ങ് പിടിച്ചാൽ മതി. കുഴപ്പമില്ല. ഇന്ന് കുഴപ്പമില്ല. എടുക്കാം. സാർ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്? ഞാൻ
എടോ നായകൻ രണ്ടുപേരും ഒരുമിച്ച് വിളിച്ചു. നമസ്തേ സാർ. ഈ മൊബൈലൊക്കെ മാറ്റി പിടിച്ച്. അതായത് ഈ ചായക്കടക്കാരനാണ് ചായ ചോദിക്കുന്നത്. ചായ ചോദിക്കുന്നതിൻ്റെ ഒരു പുള്ളി അവിടെ നിന്ന് വരാണോ അത് ഇവിടെ നിന്നാണോ? പുള്ളിയെ ഞാൻ വിളിച്ചല്ലോ, വന്നു. അപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞ് ചായ ചോദിക്കും. ഞാൻ പറയുന്നത് കേട്ടാൽ മതി കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കൊരു മിഡിലേക്ക് പോവാം. ക്യാമറ റെഡിയല്ലേ? റെഡി റെഡി. സാർ അത് ഞാനേ പോയി ചായ കൊടുക്കുമല്ലോ. അപ്പോൾ ഏത് എക്സ്പ്രഷൻ ഇടണം? തനിക്ക് ഏതൊക്കെ എക്സ്പ്രഷൻസ് അറിയാം? നവരസങ്ങളിൽ 7 കാണാൻ അറിയാം? ഇല്ല. ആക്ഷൻ. ഒരു ചായ. നല്ല ഫീലെല്ലാം കുടിച്ചോ. കടി. ഇതിനു മുമ്പ് ചായ കുടിച്ചിട്ടുണ്ടല്ലേ? നന്നായി. അപ്പൊ അടുത്ത സീൻ എന്ന് പറഞ്ഞാലേ ചുമ്മാ നുള്ളാതെ എടുക്കട്ടെ. അല്ല സാർ, എനിക്കിനി എത്ര സീനുണ്ടെന്ന് അറിയാനേ, അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് പോകേണ്ടതുകൊണ്ടേ. സാറിന്റെ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സീനാണ് അപ്പം കഴിഞ്ഞത്. പറഞ്ഞാലും തിരിയില്ല. ഇയാളെയൊക്കെ റെഡിയാവും. ഈ പാഴുകളെല്ലാം വന്നടിയുന്നത് എൻ്റെ നെഞ്ചത്താണ്. സാർ വണ്ടി എടുക്കും. സാറിന്റെ അഭിനയം കണ്ടു, എന്തൊരു വികാരമാ. നീ അങ്ങ് ഉണ്ടാക്കല്ലേ. അവിടെ സ്റ്റേഷനിൽ പാറാൻ വെക്കുന്ന ആരാ? അനീഷ സാറേ. അവനത്ര ശ്രദ്ധ പോരാ അല്ലേ? ശരിയാ സാറേ, ഇത്തിരി ശ്രദ്ധ കുറവുണ്ട്. എന്നാ പിന്നെ ഇന്ന് മുതൽ നീ നിന്നാ മതി. അതാകുമ്പോ നല്ല ശ്രദ്ധ ഉണ്ടാവുമല്ലോ. സാറേ നീ നേരെ നോക്കി വണ്ടി ഓടിക്കടാ. കാലം ചേട്ടാ, എന്താടാ ഈ നെമ്മീന് 3000 രൂപയാവും. കോപ്പാണ്. ദൈവത്തിനറിയാം ഇതിന് 300 ആണോ 3000 ആണെന്ന്. പറയുന്നത് അച്ചായനല്ലേ? ഈ മഹേഷിന്റെ കല്യാണം എന്നല്ലയോ പറഞ്ഞ അരുണേ? അതാ ചായ വരുന്ന 10-ന്. മുൻകാല പരിചയം വല്ലതും ഉണ്ടോ? ഇല്ല, എനിക്കതിൻ്റെ ഒരു ടെൻഷനും ഉണ്ട്. ഈ കോച്ചിന് എന്നാ വയസ്സ് കാണും? ഡിഗ്രി കഴിഞ്ഞേ ഉള്ളൂ. മഹേഷ് ഈ ഓഷയെ പറ്റി വായിച്ചിട്ടുണ്ടോ? കാലം ചേട്ടാ, എന്താടാ ഈ ഓഷ്കോയും കല്യാണം തമ്മിൽ എന്താ ബന്ധം? ഷക്കീലും കല്യാണം തമ്മിൽ എന്താ ബന്ധം? അത് തന്നെയാണ് ഓസ്കോയും കല്യാണം തമ്മിൽ. ലൈംഗികത അതറിഞ്ഞവന് വെറും മധുരം, അതറിയാൻ മേലാത്തവന് അതിമധുരം. പിടികിട്ടിയോ? എനിക്ക് പിടികിട്ടി. നിനക്കിന്ന് കിട്ടും. മഹേഷിന് മനസ്സിലായോ? അത്രേ ഉള്ളൂ. സെക്സ് ഒരു ബന്ധമായി മാറുമ്പോൾ ബന്ധനമായി തീരും. അതൊരവസ്ഥയായി മാറുമ്പോൾ സ്വാതന്ത്ര്യമായി തീരുന്നു. ഭോഗം ധ്യാനം പോലെ ഒരു മനോഹരമായ അവസ്ഥയാണ്. ഇല്ലടെ മീനൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. പിന്നെ ആടെന്തെല്ലാന്ന് വിഷയം പറയാ. അതെയാ കല്യാണം ഉണ്ടാ? ശോഭനെ ചോറ്. കല്യാണം കഴിക്കാനെല്ലാം ആയല്ലേ? ഓളെ പഠിപ്പെല്ലാം കഴിഞ്ഞിനേനുവാ. ഈനടക്ക് ഇളയമേന്റെ പിള്ളേർ പോയെടുത്ത് കൊറേ ഫോട്ടോ വീഡിയോ എല്ലാം അയച്ചു തന്നിനപ്പാ. അങ്ങനെ കാണലെന്നെ, അല്ലാണ്ട് ഇന്നപ്പാ ചെയ്യല്. എത്രയായപ്പോ നാട്ടിൽ വന്നിട്ട് ഒരു കല്യാണം ഇനിയിപ്പോ പാവയ്ക്ക കൊണ്ടാട്ടും തക്കാളി പുളിശ്ശേരിയും വരും. ആ മോള് ഇന്നെ സ്കൂളിലും പോന്നല്ലേ അപ്പാ? ഞാൻ വരുന്നുണ്ടപ്പാ, അടുത്ത ആഴ്ച വരുന്നുണ്ട്. എന്നാ പിന്നെ വന്നിട്ടാണ് കേട്ടാ. ശരി. അഭിനയം കലക്കീനി. ഒന്നിക്കല് ചായപ്പൊടിക്കാരെ, അല്ലെങ്കിൽ പിച്ചക്കാരെ, അതും അല്ലെങ്കിൽ ഈ യൂണിഫോം ഉള്ളതുകൊണ്ട് പോലീസുകാരെ. ഇതല്ലാണ്ട് നിങ്ങൾക്ക് എന്ത് വേഷം കിട്ടാനാന്ന്? എനിക്ക് കിട്ടിയാൽ തന്നെ ഈ മുഖത്തെന്തൊക്കെ വരുവാ? നിങ്ങളെല്ലാം അഭിനയിക്കാൻ വിളിക്കുന്നോ ഞാൻ ആദ്യം തച്ചു കൂട്ടണ്ടേ? കിട്ടിയ പണി മര്യാദക്ക് ചെയ്യാൻ നോക്ക് മനുഷ്യ. അച്ഛൻ സർവീസിലിരുന്ന് മരിച്ചോണ്ട് ഇപ്പണിയെങ്കിലും കിട്ടി, അല്ലെങ്കിൽ അതും ഗോവിന്ദ. മംഗലം കഴിക്കുന്ന സമയത്ത് ആ ബ്രോക്കർ തണ്ടി പറഞ്ഞ ഡയലോഗ്, കൊച്ചിയിലൊരു എസ് എന്ന് പറഞ്ഞ ആരാ? ഭാരി ഭാരി കൂട്ടാന്ന്. ഭാരി കൂട്ടി സ്വന്തം ഉണ്ട പോലെ സൂക്ഷിക്കാൻ കഴിയാത്തവന്മാരാണ് ഇപ്പൊ പോലീസിൽ. അമ്മേ, എനിക്കും ചോറ്. തരാം. അച്ഛാ, അപ്പൂപ്പൻ ചെത്തോണ്ടാണോ അച്ഛൻ ജോലി കിട്ടിയേ?
അപ്പൊ അച്ഛൻ ചെത്ത എനിക്കും ജോലി കിട്ടോ? ആ കിട്ടോടി. ഇതേ പോക്കാന്നെങ്കിലും നീ വേഗം തന്നെ SI ആവും ചെയ്യും, ഞാൻ ജയിലിലും പോകും. ആണോ അച്ഛാ? സ്റ്റോപ്പ്. ഹലോ. ആ മിസ്റ്റർ കുര്യാക്കോസ് അല്ലേ? അതെ. ഞാൻ കുണ്ടന്നൂർ സ്റ്റേഷനിലെ SI ആണ്. എന്നാ എന്നാ കാര്യം? നിങ്ങളൊരു ഗൺ ലൈസൻസിന് അപേക്ഷിച്ചിരുന്നു? അപേക്ഷിച്ചിരുന്നു. ഒന്ന് നേരിൽ കാണാമായിരുന്നല്ലോ. കാരണം കുറച്ച് എൻക്വയറീസ് ഉണ്ടായിരുന്നു പേഴ്സണലൊക്കെ ആയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഫ്രീ അല്ല. എൻ്റെ അഡ്വർടൈസിങ് കമ്പനിക്ക് വേണ്ടി കുറച്ച് മോഡൽസിനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഐ മീൻ ഓഡിഷൻ. ജോഡി മാട്രിമോണിയലിൻ്റെ ആഡ് ചെയ്യുന്നത് എൻ്റെ ഏജൻസിയാണ്. അതിൻ്റെ ഓഡിഷനാണ്. ഓക്കെ സാർ. നമുക്ക് വൈകിട്ട് ചെറാട്ടലിൽ വെച്ച് കാണാം. ഓക്കെ, വൈകിട്ട് കാണാം. ഷെറാട്ടണിൽ വെച്ച് കാണാം. സ്റ്റാർട്ട്. ഇതന്നെ പാടത്ത് കൊക്ക് കിടക്കുന്നല്ലോ ഉണ്ടല്ലോ. കർത്താവേ, മരുന്നിന് പോലും കൊള്ളാവുന്ന ഒരുത്തി പോലും ഇല്ലല്ലോ. വെറുതെ എൻ്റെ കാശ് കളഞ്ഞല്ലോടോ. ഡയറക്ടറെ, ഇതാണ് ഞാൻ അന്വേഷിച്ച് നടന്ന മുത്ത്. അയ്യേ, ഇതാ ആ സർ നമ്മുടെ കോൺസെപ്റ്റ്. കോൺസെപ്റ്റ് തേങ്ങ കൊല. ചക്കപ്പോത്ത് പോലത്തെ പെണ്ണിനെ പളുങ്ക് പോലത്തെ പയ്യൻ. അതായിരിക്കണം നമ്മുടെ കോൺസെപ്റ്റ്. Nancy, Ringu, welcome to Ooty. Nice to meet you. Thank you. How are you guys? Fine. Good. And what about you? I'm fine, very fine. Okay, carry on. Bye. 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 Take care. SI ജയദേവൻ. ഇരിക്കി. എന്നൊക്കെ ഉണ്ട്? എവിടാ വീട്? വീട് തൃശ്ശൂരാ. ഇവിടെ കുറച്ച് വർഷമായിട്ട് ഇവിടാണ്. അല്ല, നമ്മുടെ ഈ തോക്ക് ലൈസൻസുമായി ബന്ധപ്പെട്ട എൻക്വയറിക്ക് എന്നൊക്കെ അറിയണ്ടേ? അല്ല, ഞാൻ അതിൻ്റെ എൻക്വയറിക്ക് വന്നാണെങ്കിലും പറഞ്ഞോന്നേ. എനിക്ക് സിനിമയിലോ പരസ്യത്തിലൊക്കെ ഒന്ന് മുഖം കാണിച്ചാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പം സാർ വിചാരിച്ചാൽ. അത്രേ ഉള്ളോ? എനിക്ക് നിങ്ങളെ കണ്ടപ്പോഴേ തോന്നി എന്തോ ഒരു അഭിനയ സിദ്ധി ഉണ്ടെന്ന്. പിന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങളെ ഇവിടെ സംസാരിച്ച് ശരിയാത്തില്ല. നമുക്ക് മേലേക്ക് പോവാം. മേലെ വാ. ഇത് എന്നടേ? പിന്നല്ലാതെ നീ ഇറങ്ങും. അറിയാം. ഇത് എന്നെയും കൊണ്ടേ പോവുള്ളൂ. ഹലോ സാറേ, ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. വാലറ്റ് പാർക്കിംഗ് മാൻ. ബൈക്കിനും വാലറ്റ് ഉണ്ടോ? ഓക്കെ അല്ലേ? നീ ഇത് ആരെ കാണിക്കാണ്ടേ പോണത്? ജീവിതത്തിലെ നീ ഒരു പരാജയമുണ്ട്. പിന്നെ റീയൂണിയന് പോയിട്ട് വല്ല കാര്യമുണ്ടോ? അതിനാര് റീയൂണിയന് പോകുന്നു? പിന്നെ ഞാൻ കാതറിനെ കാണാൻ പോവാ. ഇന്ന് അവളോട് ഇഷ്ടം പറഞ്ഞിരിക്കും. നീ പറിക്കും. നീ നടക്കണ കാര്യമല്ലോ ഉണ്ടേ പറയണേ. ഞാൻ ഇവരുടെ ഡാൻസ് പ്രോഗ്രാം കൊച്ചി പ്ലാൻ ചെയ്യാൻ പോവാം. ആണോ? ഇവളും ഉണ്ടാവോ? അതുകൊണ്ടല്ലേ പ്ലാൻ ചെയ്യുന്നത്. സിനിമാ നടി ശോഭനയുടെ പേരുണ്ടെന്നുള്ളൊരു ഒറ്റ കാരണത്തിലാണ് ഞാൻ അവളെ കെട്ടിയത്. പക്ഷെ എൻ്റെ പെണ്ണുമ്പിള്ള ശരിയല്ല ചായ. അതന്നെ അങ്ങനെ പറയുന്നത്. എൻ്റെ കഴിവുകൾ അവൾ തിരിച്ചറിയുന്നില്ല. അവൾ സമ്മതിക്കായിരുന്നോണ്ടാ ഞാൻ ആ ബാഹുബലിയുടെ ഓഡിഷന് പോലും പോകായിരുന്നു. അതിൽ പോയ അതെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആ ബലാലദേവൻ്റെ പിന്നിലൊരു കുന്തവും പിടിച്ചു നിന്നേനെ. അവളെന്നെ മനസ്സിലാക്കുന്നില്ല ചായ. അതാണൊരു
വെരി സാഡിസ്റ്റ്. ഞാൻ ഗ്ലാസ് എടുത്തിട്ടില്ല റോണി. എന്റെ ഗ്ലാസ് ഇല്ല, എനിക്ക് പറ്റൂല. ഇതല്ല നിന്റെ പ്രശ്നം. ഇത് ഇങ്ങനെ തുടച്ചു കഴിഞ്ഞാൽ പോയില്ലേ. എന്നിട്ട് ഇത് നമ്മൾ നൈസായിട്ട് ഈ ബാറിലൊക്കെ ആൾക്കാർ കുടിച്ച ഗ്ലാസ് ചുണ്ടത്തും മുട്ടിച്ച് എങ്ങനെടാ കുടിക്കുന്നത്? പറഞ്ഞ കഴിവ് നീ കല്യാണം കഴിഞ്ഞ പിന്നെ എങ്ങനെയാണ് ലിപ് ലോക്ക് ചെയ്യാം. ഹായ്, താങ്ക് യു. നിനക്കെന്താ കുടിക്കാനുണ്ട്? നീ അയാളെ കണ്ട? ഇതല്ലേ ജോണി വാക്കർ? അതല്ലടാ, ആ വെള്ള ഷർട്ടിട്ട് ആളെ കണ്ട? എവിടെ? ഇതാ അയാള്. നല്ല ടോപ്പ് കക്ഷിയാ. പുറകെ നടന്ന് മെനക്കെട്ട് കൺവിൻസ് ചെയ്താ നല്ല ഫണ്ട് കിട്ടും. നല്ല ഫണ്ട് കിട്ടും. ഫണ്ടൊക്കെ കിട്ടും, പക്ഷെ നീ കൺവിൻസ് ചെയ്താ പോരാ. മറ്റേ കാര്യത്തിലേ അയാൾ നിന്റെ അപ്പാപ്പനാ. ഓ, അപ്പൊ നടക്കും. ഡിപ്പെൻസ്. ഡിപ്പാൻസ്. ഓർമ്മകൾ ചാടി കളിക്കുന്ന മുറ്റത്തെ ചക്കരത്തട്ടിന്റെ നല്ല കൂടി റെമ്മില്ല പണം. അവളെവിടെടാ? അതൊക്കെ പിന്നെ നോക്കാം, ആദ്യം കള്ളവിടെ മറക്കണ്ടല്ലോ. നിന്നെ പോലെ അല്ല കേട്ടോ, എല്ലാം കാശ് ടീമാണ്. നല്ല പെണ്ണല്ലടാ. അവിടുന്ന് വന്നില്ലേ? ചെറിയ മരമാക്രി എടാ, എത്ര നാളെയാളിയാ കണ്ടിട്ട്. എന്തോന്നളിയാ, എവിടെ ആയിരുന്നടാ നീ? ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇത് ഏതാടാ ഈ സാധനം? കൂടെ വർക്ക് ചെയ്യുന്നതാ, ഫ്രണ്ടാ. ബ്രോ, ഓ ഞാൻ ബാലു. ഇവന്റെ പേര് ഓസൻ അടിക്കാൻ വന്നിട്ട് സാധനം എവിടെ ഇരിക്കണം? അവിടെ. പിന്നെ ഒരു സംശയം, ആ കക്ഷി അവിടെ നിന്ന് പാടേണ കരയണ? ആ, അതാണ് എനിക്ക് തോന്നിയത്. മാക്രി, പിന്നെ നിനക്ക് കോംപ്ലക്സ് ഒന്നും ഇല്ലല്ലോ അല്ലേ? എന്തിനു കോംപ്ലക്സ്? അല്ല, നീ രക്ഷപ്പെടാത്തതിന്റെ കോംപ്ലക്സ് ഒന്നും നിനക്ക് വേണ്ട. ചിൽമാൻ ഞാൻ പറഞ്ഞു ശരി. പോയി കണ്ടാ മതി, അവന് കൺഫേം ആക്കി തരും. വിജി എനിക്കും അറിയാടി. അവിടെ നമ്മളൊരു 3-4 ദിവസം ട്രിപ്പാണ്. ഓരോരോ ദിവസം ഓരോരോ സ്ഥലം അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് നല്ല രസമായിരിക്കും. ഹായ് കാതറിൻ. ഹായ്. എപ്പോ വന്നു? കുറച്ച് നേരമായി കാണാം. രേഷ്മ പറ, എന്റെ പ്ലാനിങ്ങിനെ കുറിച്ച് വേറെന്താ പറയാനുള്ളത്? അതെന്തായാലും നല്ല പ്ലാൻ തന്നെയാ. കരിയറിന് ബെസ്റ്റ് അത് തന്നെയാ കാതറിൻ. ആണോ? അതെ. ശരിക്കും പറഞ്ഞാൽ UK ആണോ ബെസ്റ്റ്, US ആണോ ബെസ്റ്റ്? അത് UK UK ആണല്ലേ? ആണുങ്ങളെ വില കളയാണ്ടായ താടെ ഒരെണ്ണം കൂടെ. എന്റെ ജയദേവ, നിങ്ങളൊന്ന് ക്ഷമിക്കേ. അങ്ങനെ അങ്ങ് ക്ഷമിക്കാൻ പറ്റില്ല ചായ. അവക്ക് എന്നെക്കാളും 10 വയസ്സ് കുറവാണ് ചായ. അച്ചായനറിയാവോ, 1 വർഷമായി ഞാനോട് തമ്മിൽ എന്തെങ്കിലും നടന്നിട്ട്. എനിക്കാണെങ്കിൽ വേറൊരു സെറ്റപ്പ് ഒന്നുമില്ല. അച്ഛേ, ഹലോ അലൻ, എന്നാണ് വിശേഷം? അങ്ങനെ പോന്നു ചേ. ഇത് റോണി, നമ്മുടെ കമ്പനിയിലെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. ഹലോ റോണി. നൈസ് ടു മീറ്റ് യു സർ. നൈസ് മീറ്റിംഗ് യു. ഇത് ജയദേവൻ, കുണ്ടന്നൂർ രസയ്യ. അച്ഛാ, നമ്മുടെ റോണിക്ക് അച്ഛനെ പേഴ്സണലി ഒന്ന് കാണണമെന്ന്. പിന്നെന്താ, വയനാട്. സാധാരണഗതിയിൽ വിസിറ്റിംഗ് ആണങ്ങനെ ആണുങ്ങൾക്കൊന്നും കൊടുക്കാറില്ല. പിന്നെ എല്ലാം പറഞ്ഞോണ്ടിരിക്കട്ടെ. എന്നാ ശരി, നടക്കട്ടെ നടക്കട്ടെ. ശരി ചേ, ഞങ്ങൾക്ക് ഇച്ചിരി പേഴ്സണൽ കാര്യമുണ്ട്. ശരി. ഒരു സ്ട്രോ. സ്ട്രോയോ? ഒരു സ്ട്രോ വേണം റോണി. ക്ഷമിക്കണം. ഹലോ പറ. റോണി, മറക്കാൻ നാളെ സമയത്ത് തന്നെ വരണേ. എനിക്ക് ഓർമ്മയുണ്ട്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ല, മനസ്സിലായ? ഞാനൊരു അർജന്റ് മീറ്റിംഗില്ല. അവനെ വിളിക്കാം. ആൻസി അല്ലേ? നാളെ പ്രീ മാരിറ്റൽ കൗൺസിൽ ഉണ്ട്. അത് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കണം. കല്യാണമൊക്കെ ആയില്ലേ, ഇനിയെങ്കിലും വേലിയാട്ടം നിർത്തറ. എന്തിനാ ഇവരിങ്ങനെ കഷ്ടപ്പെട്ട് വേലി കെട്ടി വെക്കണേ? അതുകൊണ്ടല്ലേ നമുക്ക് ചണ്ട വരണേ.
നോക്കി. Are you sleeping, baby? Are you alone? ഇങ്ങനത്തെ മെസ്സേജ് വന്ന നമ്മൾ ഏത് വേലിയും ചാടില്ല മോനെ. ഞാൻ ആലോചിക്കുന്നതേ നിന്നെ കണക്കൊരു ഫ്രോഡിനെ സോറി അളിയാ, You carry on. ഫ്രോഡിനെ ഇത്രയും സാമ്പത്തികമുള്ള ആൻസി എങ്ങനെടാ ഇഷ്ടപ്പെട്ടത്? That's a long story. I will tell you. Once upon a time, in a life, നീ തന്നെ? ഞാൻ തന്നെ. എനിക്ക് പിന്നെ നല്ല വീട്ടിൽ നിന്ന് നല്ല ആലോചന കിട്ടുമെന്ന് എനിക്ക് തോന്നണ്ട. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൊണ്ടുവരും.